പക്ഷെ ഇവിടെ RCM ഏത് വിദ്യാഭ്യാസം ഉള്ളവനെയും ഇല്ലാത്തവനെയും ഇഫ് ദേ പ്രൊമോട്ട് ഇൻ ദ റൈറ്റ് വേ, ശരിയായ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാ ഒരു ലക്ഷ്യത്തിലേക്ക് RCM എത്തിച്ചിട്ടുണ്ട്. അവരെ എമറാൾഡ് ആൻഡ് എബോ ലീഡേഴ്സ് ആക്കി അവരെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കാരണങ്ങളാൽ ഒന്നാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് സാനിറ്ററി പാഡുകൾ കാരണം യൂട്ടേറിയൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഒക്കെ കൂടി വരുന്നു എന്ന് ന്യൂസ് പേപ്പറിൽ പോലും നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ സില്ലിയായിട്ട് വിട്ടു. അവിടെയാണ് നമ്മുടെ കീസോളിലെ സാനിറ്ററി പാഡുകളുടെ പ്രത്യേകത. ഒരു നല്ല ഹൈജീൻ അവയർനെസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ വീടാന്തരം ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളുള്ള വീടുകൾ എല്ലാ വീട്ടിലും ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ സാധിച്ച 100% കോട്ടൺ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സാനിറ്ററി പാഡുകൾ ഇന്ന് നമ്മുടെ കീസോൾ സെഗ്മെന്റിൽ ലഭ്യമാണ്. അതുപോലെ പഴയ പോലെയല്ല, നമ്മളൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണ് ഇല്ലേ? യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള ടോയ്ലറ്റുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കോമൺ ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ സ്ത്രീകളെ പോലെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നില്ല. ഇന്ന് കുറെ യാത്രകൾ ചെയ്യുന്നുണ്ട്. പലരും ജോലിക്കാരാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, ഇൻഫെക്ഷൻ, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഇന്റിമേറ്റ് വാഷ് ഉണ്ട് കയ്യില്. ഇതുപോലെ നമ്മുടെ ഓരോ സെഗ്മെന്റിനും അതിന്റേതായ ഉദ്ദേശങ്ങളുണ്ട്, സതുദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ പൊതുജനങ്ങളെ നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ആദ്യം നമ്മള് പ്രൊഡക്റ്റുകളിലൂടെ തന്നെയാണ് ആളുകളെ കയ്യിലെടുക്കേണ്ടത്. ഇപ്പം ഹോം മീറ്റിംഗ് ആവട്ടെ, ഹോം വിസിറ്റ് ആവട്ടെ, അത് 1-to-1 മീറ്റിംഗ് ആവട്ടെ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകളുടെ മഹാത്മ്യം പറയാം സെഗ്മെന്റ് വൈസ്. ഇന്ന് ഇവിടെ നമ്മൾ കണ്ട ഗുഡോട്ട് പോലും, ഗുഡോട്ട് ഉൽപ്പന്നങ്ങളല്ലേ എന്ന് നമ്മൾ കഴിച്ചില്ല. എത്ര പേർക്ക് ഇഷ്ടമായി? ഇഷ്ടപ്പെട്ടോ? ബീഫിന്റെ രുചി ഉണ്ടായിരുന്നോ സാറേ? മുജീബ് സാറേ, ബീഫിന്റെ രുചി ഉണ്ടായിരുന്നോ? ഇത് ഇവരാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മുജീബ് സാറിന്റെ വീട്ടിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. വൈഫാണ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ബീഫിനെ വെല്ലുന്ന ടേസ്റ്റ് ഇതുണ്ട്. യെസ്, ഇവരാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ വെല്ലുന്ന ടേസ്റ്റില് നമ്മളതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ പാക്കറ്റ് കൊടുക്കുകയല്ല വേണ്ടത്, ഉണ്ടാക്കി കാണിക്കാനുള്ള ക്ഷമ കൂടി നമുക്ക് ഉണ്ടാവണം. ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുകയൊക്കെ വേണം. അതിനകത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്, പല ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അതിനകത്ത്. നോക്കൂ, ഗുഡോട്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭക്ഷണശീലം അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരം നമ്മൾ ആളുകളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ഗുഡോട്ടിന്റെ സെഷൻ ആയിരുന്നു നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ കേട്ടത് അല്ലെ? എത്രയും നല്ല ഒരു അവയർനെസ് പ്രോഗ്രാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം കോട്ടയം മാന്നാനം സ്കൂളിൽ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അവിടെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പോലും നമ്മളോട് പറഞ്ഞത് ഈ അവയർനെസ് ഞങ്ങൾക്കല്ല വേണ്ടത്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് പോലും മനസ്സിലായി തുടങ്ങി അവരുടെ ഭക്ഷണശീലത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും തെറ്റായിരുന്നു എന്നുള്ളത്. ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു, എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള കാര്യത്തില്, MSc B.Ed ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ RCMൽ വന്നപ്പോ മനസ്സിലായി എന്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വെറും വട്ടപ്പൂജിയായിരുന്നു. എന്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഞാൻ ഒരു അറിവും വേണ്ടത് എന്റെ കുടുംബത്തിന് വേണ്ടത് അല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ബോധവതിയായിരുന്നില്ല. പക്ഷേ RCM പഠിപ്പിച്ചു, കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഏതാണ് ശരി എന്ന് പഠിപ്പിച്ച ഒരേ ഒരു പ്രസ്ഥാനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് RCM മാത്രം. ഇന്ന് ആ ശരിയുടെ പിന്നാലെ പോയത് കൊണ്ട് തന്നെയാണ് ഈ മധ്യവയസ്സിലും ഇന്ന് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരം ആലോചിച്ചപ്പോ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഇന്ന് ഞങ്ങൾ ആ കണ്ടിന്യൂസ് യാത്ര ഇന്ന് ഇവിടെ കോഴിക്കോട് എത്തി, നാളെ കണ്ണൂരാണ്. എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് 100% RCM ഉൽപ്പന്നങ്ങളാണ്. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് 100% RCM ഉൽപ്പന്നങ്ങളാണ്. ഇന്നിപ്പോ ഞാൻ ധരിച്ചിരിക്കുന്ന സാരി എല്ലാം എന്തൊക്കെ RCMൽ ഉണ്ടോ അതെല്ലാം ഞാനത് ഉപയോഗിക്കും. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഇൻകം വെച്ചിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ രാജകീയമായിട്ട് വരാം, റോയൽ ഡ്രസ്സിൽ വരാം. വരില്ല. കാരണം എന്താണ്? ഇന്ന് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്, ഞങ്ങളിലൂടെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനം അത് RCM ആണ്. മൂർത്തി സാറ് സഫയർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ടീം നോക്കി കഴിഞ്ഞാല് എത്ര എമറാൾഡുമാരുണ്ട്, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകള്. അവരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരെ കുറിച്ചൊന്ന് പഠിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും RCM എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു മഹത്വം.
അവരിൽ തന്നെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്. ഇവരെല്ലാം ഒരുപോലെ വിജയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ശരിക്കും എന്താണ് ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും ഒരു RCM പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഏതൊരു സാധാരണക്കാരനും ചെയ്ത പോലെ RCM ഉൽപ്പന്നങ്ങളിലൂടെ പിന്നീട് അവര് എങ്ങനെ ഇൻകം കിട്ടാം എന്നുള്ളതും പ്ലാനും കാര്യങ്ങളും ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? ആ ഒരു വഴികളിലൂടെ അവർ സഞ്ചരിച്ചതിന്റെ വഴിയായിട്ട് ഇന്ന് അവരുടെ ഫാമിലി ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആഡംബര ജീവിതം നയിക്കാൻ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ടവർക്കാണ് ഇന്ന് ആഡംബര ജീവിതം നയിക്കാൻ പറ്റുന്നത്? 1 ലക്ഷം രൂപയ്ക്ക് മീതെ വരുമാനം വാങ്ങിക്കണമെങ്കിൽ എത്രത്തോളം പഠിക്കണം? ഇനി എത്രത്തോളം പഠിച്ചാൽ തന്നെ ഏത് ജോലി കിട്ടിയാലാണ് ഈ 1 ലക്ഷം രൂപയിലേറെ വരുമാനം കിട്ടണം? ഞാൻ നോക്കിയിട്ട് എന്റെ വിദ്യാഭ്യാസവും അറിവും ഒക്കെ വെച്ചിട്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളവര് അത്രയും വിദ്യാഭ്യാസം നേടിയവരും അത്രയും അവരുടെ ആ ഒരു കാറ്റഗറിയിൽ സാമർത്ഥ്യം നേടിയവരും ആയിരിക്കും. പക്ഷെ ഇവിടെ RCM ഏത് വിദ്യാഭ്യാസം ഉള്ളവനെയും ഇല്ലാത്തവനെയും ഇഫ് ദേ പ്രൊമോട്ട് ഇൻ ദ റൈറ്റ് വേ, ശരിയായ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് RCM എത്തിച്ചിട്ടുണ്ട്. അവരെ എമറാൾഡ് ആൻഡ് എബോ ലീഡേഴ്സ് ആക്കി അവരെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മൂർത്തി സാറിന്റെ നമ്മുടെ ടീം എടുത്തു കഴിഞ്ഞാല് ഒരുപാട് ടെക്നിക്കൽ ലീഡേഴ്സ് ആൻഡ് എബോ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IAS IPS ഓഫീസേഴ്സിന്റെ ഒക്കെ സാലറിയെ വെല്ലുന്ന ഒരു ബേസിക് സാലറിയാണ്. അതിനെ കൂടുതൽ സാലറി വാങ്ങിക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം നിങ്ങൾ എടുത്തു നോക്കണം. അവരെന്താണ് ചെയ്തത് ആ ഒരു വഴിയിലേക്ക് എത്താൻ? അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, യൂത്ത് ആയിട്ടുള്ള അതായത് യുവാക്കളും യുവതിയുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്. RCM ആരും വേർതിരിക്കുന്നില്ല. ഓക്കെ, നീ ആ ജാതിയാണ്, അല്ലെങ്കിൽ നീ ഒരു മതമാണ്, അല്ലെങ്കിൽ നിനക്ക് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വേർതിരിവും ഇല്ലാത്ത ഒരേ ഒരു പ്രസ്ഥാനം, ശുദ്ധമായ കലർപ്പില്ലാത്ത. ഞാൻ പറയുകയാണെങ്കിൽ RCM നമ്മുടെ അമ്മയെ പോലെയാണ്. ഒരു കലർപ്പില്ലാതെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അമ്മയാണ്. മാതൃസ്നേഹം. ആ മാതൃസ്നേഹത്തോട് തുല്യമായിട്ട് ഇന്ന് ഈ ലോകത്ത് അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ അമ്മയായിട്ട് തന്നെയാണ് എന്റെ RCMനെ ഞാൻ കാണുന്നത്. കാരണം എന്റെ അമ്മയിൽ നിന്നും എനിക്ക് എന്തൊക്കെ ലഭിച്ചുവോ, സ്നേഹം ലഭിച്ചു, സംരക്ഷണം ലഭിച്ചു, അതെല്ലാം ഇന്ന് എനിക്ക് RCMലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് മാത്രമല്ല, അത് അനുഭവിക്കാനായിട്ട് ഇന്ന് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാല് ഒരുപാട് ഫാമിലി RCMലൂടെ ഉയർന്നു വന്ന ഫാമിലി ശരിക്കും ആ ഒരു ലോകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന്ന് ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്ക് സ്ത്രീകളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, RCM ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ? പുരുഷന്മാരല്ലേ കൂടുതൽ വിജയിക്കുക അല്ലെ? പല പല ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവരെ പോലെ ടീം കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്കായിരിക്കും ഈ RCM പ്രസ്ഥാനം ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. കാരണം ഇതിൽ ഏത് സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാലും വുമൺ ഫ്രണ്ട്ലി ആണ്. ഏത് സെഗ്മെന്റ് നിങ്ങൾ എടുത്തോളൂ, ന്യൂട്രി ചാർജ് ആവട്ടെ, കീസോൾ ആവട്ടെ, ഗുഡ് ഡോട്ട് ആവട്ടെ, ഹരിത സഞ്ജീവനി ആവട്ടെ, ഏതാണെങ്കിലും ഈ സെഗ്മെന്റുകളൊക്കെ നമ്മളൊന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ നമ്മൾ അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോ ഈ കോട്ടയത്ത് ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ് ഞങ്ങൾ കൊടുത്തു, ഒരു അവയർനെസ്. അത് ആര് വഴിയാ നടന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? കോട്ടയത്ത് ഒരു സ്റ്റാർ അച്ചീവർ ആയിട്ടുള്ള ഒരു ലേഡി ലീഡർ സിമി ഷിബു മാഡം, അവര് ആ സ്കൂളിലെ മാനേജ്മെന്റിനെ പോയി കണ്ട് നോൺ വെജിന്റെ ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുത്തു. ആ ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടും തുടരെയുള്ള ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച ഒരു അവസരമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു കുട്ടികൾക്ക് ഒരു അവയർനെസ്, ഗുഡ് ഡോട്ട് അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളത്. അത് സാധിച്ചത് ഒരു സാധാരണ സ്ത്രീ വിചാരിച്ചിട്ടാണ്. അവിടെ പുരുഷനല്ല, ഒരു സാധാരണ സ്ത്രീ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇത്രയും. ഒന്ന് ആലോചിക്കുക, സ്കൂളിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞങ്ങൾ മീറ്റിംഗ് കൊടുത്തപ്പോ ഏകദേശം 600 കുട്ടികൾ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക കാറ്റഗറി കുട്ടികൾക്ക്. അപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരിക്കും? അവിടെ മെസ്, അത് റെസിഡൻഷ്യൽ സ്കൂളാണ്, ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളാണ്. അവിടെ
കുട്ടികൾക്ക് ഡെയിലി ഇതുപോലെ പ്രോട്ടീൻസും വെജ് മീറ്റും ഒക്കെ കൊടുക്കണമെങ്കിൽ എത്ര PV നെറ്റ്വർക്ക് ആയിരിക്കും വരണേ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. നേരെ മറിച്ച് അവരിതിനൊന്നും ഇനീഷ്യേറ്റീവ് എടുക്കാതെ മടി പേടിയൊക്കെ വിചാരിച്ച് അവർ വീട്ടിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സന്ദർഭം അവരുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുമായിരുന്നു. അവർക്ക് അന്ന് മൈക്ക് കൊടുത്തപ്പം അവർ കോട്ടയത്ത് വെച്ച് പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. അത് ലീഡേഴ്സിന്റെ ക്ലാസ് കേട്ടിട്ട് മടി പേടി ഇത് രണ്ടും ഞാൻ ദൂരെ കളഞ്ഞു. അത് കളഞ്ഞ് ഇതുപോലെ നമ്മൾ ആളുകളോട് കോൺഫിഡന്റ് ആയിട്ട് പറയാം. എന്താ നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു കോൺഫിഡൻസിന്റെ കുറവിന്റെ ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഇഷ്ടം പോലെ ലിവിങ് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ നേരത്തെ ഇവിടെ വന്നിട്ട് ഒരു 75 വയസ്സുള്ള ഒരു മാഡാണ് സംസാരിച്ചത്. നടക്കാൻ പോലും പറ്റാതിരുന്ന മാഡം നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും ആരോഗ്യം കൈവരിക്കുകയും ഇവിടെ വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചത് നിങ്ങളൊക്കെ കേട്ടോ? ഇതുപോലെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളാണ്.